ഇപ്പൊ ഈ 40-45 വയസ്സുള്ള എല്ലാ ആണുങ്ങൾക്കും ഈ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും. പക്ഷെ അതൊരു സിറ്റുവേഷൻ ആണ്, അല്ലെങ്കിൽ അതിന് ട്രീറ്റ്മെന്റ് ഉണ്ട്. മെനപ്പോസ് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും കേട്ടിട്ടില്ലേ, ഒരു ലേഡിയുടെ പീരിയഡ്സ് കംപ്ലീറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പൊ അവരുടെ ആ യൂത്ത് ഫേസ് അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് ഏജ് കഴിഞ്ഞു എന്ന് സിഗ്നിഫൈ ചെയ്യുന്ന ഒരു മേജർ ലൈഫ് മൈൽ സ്റ്റോൺ ആണ് ഈ മെനപ്പോസ് എന്ന് പറയുന്നത്. പക്ഷെ അതേപോലത്തെ സിറ്റുവേഷൻ ആണുങ്ങൾക്കും ഉണ്ടാവും. ഇപ്പൊ ഈ 40-45 വയസ്സുള്ള എല്ലാ ആണുങ്ങൾക്കും ഈ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും. പക്ഷെ അതൊരു സിറ്റുവേഷൻ ആണ്, അല്ലെങ്കിൽ അതിന് ട്രീറ്റ്മെന്റ് ഉണ്ട്, ആരോടെങ്കിലും സംസാരിക്കാം എന്നുള്ള ഒരു കാര്യം അവർക്ക് അറിഞ്ഞുകൂടാ. ഇപ്പൊ യൂഷ്വലി ഫേസ് ചെയ്യുന്ന ഇതെന്ന് പറഞ്ഞാൽ ഒരു എനർജി ഇല്ലായ്മ, ഒരു ബേൺഡ് ഔട്ട് ഫീലിംഗ്, ഒന്നും ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് ഇല്ല, എവിടെയെങ്കിലും കിടന്നാൽ മതി. പിന്നെ മസിൽ സ്ട്രെങ്ത് കുറച്ച് കുറയും, പണ്ട് ചെയ്യാൻ പറ്റുന്ന വർക്കൊന്നും ഇപ്പൊ ചെയ്യുന്നില്ല, ഒരു സ്റ്റാമിന ഇല്ല. അതേപോലെ തന്നെ സെക്സിനോടുള്ള ഇൻട്രസ്റ്റ് കുറയുന്നു. ഇങ്ങനത്തെ ഒരു ഫീലിംഗ് ഒരു 40-45 ഇയേഴ്സിൽ ഒരു മെയിലിന് തോന്നുവാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ടെസ്റ്റോസ്റ്ററോൺ ലെവൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. മിക്കവാറും കുറഞ്ഞിരിക്കും. ഇത് ആൻഡ്രോപോസ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഫീമെയിൽസിന് മെനപ്പോസ് ഉള്ള പോലെ തന്നെ ആണുങ്ങൾക്കുള്ള ഒരു സിറ്റുവേഷൻ ആണ്. സോ കുഞ്ഞുങ്ങളുള്ള ആണുങ്ങളാണെങ്കിൽ നമുക്ക് ടെസ്റ്റോസ്റ്ററോൺ റീപ്ലേസ്മെന്റ് എടുത്ത് വർക്ക്ഔട്ടും ഹെൽത്തി ഫുഡും സ്ലീപ്പൊക്കെ വെച്ച് നമുക്ക് ഈ കണ്ടീഷൻ നമുക്ക് ഇംപ്രൂവ് ചെയ്യാം. കുഞ്ഞുങ്ങളില്ലാത്തവരാണെങ്കിൽ ടെസ്റ്റോസ്റ്ററോൺ ഇൻക്രീസ് ചെയ്യേണ്ട വേറെ ഇൻഡയറക്റ്റ് മെഡിസിൻസ് ഉണ്ട്. പക്ഷെ എന്തായാലും നമ്മളൊരു ഡോക്ടറിനെ കാണുക, പ്രിഫറബിളി ഒരു ആൻഡ്രോളജിസ്റ്റിനെ കാണുക, ആൻഡ് ഇതിനെ പറ്റിയുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യുക.